ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ നോമ്പിൻ്റെ 14-ാം ദിവസത്തിലേക്ക് നാം കടക്കുമ്പോൾ പരിശുദ്ധ സഭ ഇന്നത്തെ ദിവസത്തെ മെഷറിയോ ഞായർ അല്ലെങ്കിൽ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കിയ ദിനമായി ആചരിക്കുന്നു. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യമാണ്. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ വേദഭാഗം നാം പഠിക്കുമ്പോൾ പക്ഷപാതക്കാരന്റെ വിശ്വാസത്തെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നില്ല. പിന്നെയോ അവനെ ചുമന്നുകൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനെ സൗഖ്യം നൽകുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പക്ഷപാതക്കാരനെ ദൈവസന്നിധിയിൽ എത്തിച്ചപ്പോൾ സൗഖ്യം ലഭിക്കുക മാത്രമല്ല, പിന്നെയോ അവന്റെ പാപങ്ങളും മോചിക്കപ്പെടുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കും. സംഗീത പുസ്തകം 32-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പക്ഷപാതക്കാരൻ ഒരു വലിയ ഭാഗ്യാവസ്ഥയിൽ കൂടിയാണ് അവൻ കടന്നു പോകുന്നത്. തനിക്ക് ലഭിച്ചതായ ഭാഗ്യം തൻ്റെ പ്രവൃത്തിയാലല്ല, പിന്നെയോ മറ്റു ചിലരുടെ വിശ്വാസം മൂലം അവനത് ലഭിക്കപ്പെട്ടു. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 3-4 വാക്യം ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ 4 ആൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പുരുഷാരം നിമിത്തം അവനോട് സമീപിച്ചു കൂടായികയാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ചു. മേൽക്കൂര പൊളിപ്പാനുള്ള കാരണം എന്തെന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യേശു വീട്ടിനുള്ളിലുണ്ട് എന്ന ശ്രുതി കേട്ടപ്പോൾ വാതിക്കൽ പോലും ഇടമില്ലാതെ വണ്ണം ജനം തിങ്ങി നിറഞ്ഞു. അവരവരുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ മറ്റൊരുവന്റെ വേദനയെ അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അനേക വർഷങ്ങളായി കിടക്കെ അഭയം പ്രാപിച്ചു കഴിയുന്നൊരു മനുഷ്യൻ, പരസഹായമില്ലാതെ ഒന്നും ചെയ്യുവാൻ കഴിയാത്തൊരു മനുഷ്യൻ, യേശുവിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടും സാധിക്കാതെ പോയൊരു മനുഷ്യൻ. അങ്ങനെ ഒരു മനുഷ്യനെ 4 പേർ ചുമന്നുകൊണ്ടുവന്നപ്പോൾ അവർക്ക് കടന്നു ചെല്ലുവാൻ വഴിയൊരുക്കി കൊടുക്കേണ്ടവർ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ അവരനെ കാണാതെ കഴിയുകയാണ്. പക്ഷേ പക്ഷപാതക്കാരന് ചുമന്നുകൊണ്ടുവന്നവർ നിരാശരായില്ല. ആരുടെയും അനുവാദത്തിന് നോക്കി നിൽക്കാതെ യേശു ഇരിക്കുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിക്കപ്പെട്ടു. അവർ ആ മനുഷ്യനെ ഒരുമയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇറക്കി വെച്ചു. 2 പേർ തമ്മിൽ ഒരുമപ്പെടുവാൻ മനസ്സില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഈ വേദഭാഗം നമുക്ക് മുന്നിൽ വരച്ചു കാട്ടുന്നൊരു സത്യമുണ്ട്. നാം ഒരുമനപ്പെട്ട് നിന്നാൽ ദൈവത്തിനെ നമ്മളെ കൊണ്ട് വൻകാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം പറയുന്നു, യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. ഈ പരിശുദ്ധ നോമ്പിൽ ദൈവം നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യവും ഇതുതന്നെയാണ്. പാപത്തിന്റെ പിടിയിൽ അകപ്പെട്ടവരെ ദൈവസന്നിധിയിൽ എത്തിക്കുവാനുള്ളൊരു വലിയൊരു ദൗത്യം അവൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ചെയ്തു തീർപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെല്ലാം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ധ്യാനചിന്തകൾക്ക് വിരാമം കുറിക്കുന്നു. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ധ്യാനിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം. അതേ കർത്താവേ, പക്ഷപാതക്കാരിലും ഉപരിയായി അവനെ തിരുസന്നിധിയിൽ എത്തിച്ചവരുടെ വിശ്വാസത്തെ കണ്ട നല്ല ദൈവമേ, ഈ ദിവസത്തിൽ ഞങ്ങൾ അനേക പാപത്തിന്റെ ചെളിയിൽ കിടക്കുന്നവരെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് സൗഖ്യം നൽകിയതുപോലെ നിന്റെ മക്കൾക്കും സൗഖ്യം നൽകണമേ. ദൂർത്തനായ പുത്രൻ മടങ്ങി വന്നതുപോലെ നിന്റെ മക്കളും നിന്റെ തിരുസന്നിധിയിലേക്ക് മടങ്ങി വരണമേ. ഞങ്ങളെല്ലാവരും കൂടി നിന്റെ ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്ന നല്ല ദിനത്തിനെ കാത്തിരിപ്പാൻ തക്കവണ്ണം ഈ പരിശുദ്ധ നോമ്പ് ഞങ്ങളെ ബലപ്പെടുത്തണമേ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം.
മാനമോടുന്ന് മഹത്വമോടുന്ന് ശ്രുതം യേശുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.